ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി മൂത്ത ചക്കയാണ്. പിന്നെ മുളച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളെ ചക്ക ലാസ്റ്റിക്ക് ആവുള്ളൂ. ജൂലൈക്കൊക്കെ നമ്മളെ ചക്ക മൂക്കുള്ളൂ. എല്ലാവരും ചക്കയും കഴിഞ്ഞ് കൊന്നിട്ട് ഇവിടുത്തെ ചക്ക മൂക്കുള്ളൂ കേട്ടോ. ഞാൻ കരുതി ഏതായാലും കുറച്ച് കൂട്ടാൻ വെക്കുക, ഒരു മുറി എടുത്തുകാണ്ട് ഒന്ന് പുളിച്ച ചക്ക രസമാണല്ലോ. അപ്പം ഒന്ന് പുളിപ്പിച്ചാലും വെക്കുക ഒരു മുറി. പിന്നെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഞങ്ങൾ മാത്രം പോരാ, അപ്പോൾ കൂട്ടാനും വെക്കാനും കരുതിയിട്ടോ. ചോറ് നല്ല പാത്രത്തിൽ ഇങ്ങനെ ഒരു പാത്രം മുറുക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നാളെ അരച്ചിട്ട് ഉണ്ടാക്കാം. മഞ്ഞളും മുളകും പൊടി ഇട്ടുകൊണ്ട് അങ്ങനെ കടുകടുത്ത് എടുക്കട്ടോ. ഇപ്പം പിന്നെ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് നാളേരൊക്കെ കുത്തിച്ചയച്ചിടണല്ലേ. ഇവിടെ ഹസ്ബൻഡിനൊക്കെ നാളേരം ഇടാതെയാണ് കേട്ടോ ഇഷ്ടം. ഇഞ്ചപ്പാക്കും ഓൽക്കൊക്കെ അങ്ങനെ ഇഷ്ടം. എനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയാലും കഴിക്കോട്ടോ. ചക്കയും പൂളിയും മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയിട്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ ചക്കയൊക്കെ നുറുക്കി നല്ലോണം കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും ഇതാക്കണം ഇട്ട് കൊടുത്തേക്കണം. ഇതൊന്ന് പിന്നെ 2 വിസിലടുപ്പിച്ചിട്ട് ഓഫാക്കിയിട്ട് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പം എന്നിട്ട് കാണാം. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തേക്കണം കേട്ടോ. ചക്കക്കൂട്ടാനിക്ക് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. നല്ല ചൂടായി വെളിച്ചെണ്ണ ചൂടായിട്ടാണ് കാണിച്ചത്. അപ്പോൾ കുക്കർ തുറന്ന പാടെ എന്താ അപ്പോൾ കേട്ടത് അതൊന്ന് അളക്കട്ടെ. അങ്ങനെ നമ്മൾ ചക്കക്കൂട്ടാനൊക്കെ കടുക് വറുത്ത് ഒക്കെ റെഡി ആക്കിന് കേട്ടോ. ഞാൻ ചൂടാറട്ടെ, എന്നിട്ട് നമുക്കിത് കഴിക്കണം. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ കേട്ടോ, എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.